Hi friends, ഞാനിന്ന് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് 3 ഇഞ്ചസ് വിട്ടും 53 ഇഞ്ചസ് ലെങ്ത്തും ഉള്ള ഒരു പീസ് എടുക്കാം. ഇപ്പോൾ അത്ര തന്നെ വേണമെന്നില്ല, ഫ്ലവറിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അത്ര അനുസരിച്ച് അതിൻ്റെ ലെങ്ത്തും വിട്ടും നിങ്ങൾ എടുത്താൽ മതി. ഇനി നമുക്ക് ഈ പീസ് നീളനെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ആ അരിക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ആ തുമ്പും ഒന്നും കൂടി മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ഓരോ പ്ലീറ്റ് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഈ ഒരു എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ തുടങ്ങുന്ന സമയത്ത് കുറച്ച് അകത്തി പ്ലീറ്റ് ഇട്ടിട്ട് ആ തീരാറാവും തോറും നമ്മൾ അത് അടുപ്പിച്ചാക്കി പ്ലീറ്റ് ഇട്ട് കൊടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ആ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഒരേ ഡിസ്റ്റൻസിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെൻറ്ററിലൊക്കെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ലെയർഡായിട്ടുള്ള നല്ലൊരു ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നേരത്തെ അതിനേക്കാളും ഞാൻ ഇപ്പോൾ ഇച്ചിരിയും കൂടി അടുപ്പിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ അടുപ്പിച്ച് നമുക്ക് ആ എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു എൻഡ് എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു അരികെ ഒന്ന് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഫുള്ള് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട ഈ ഒരു പോർഷനിൽ മാത്രം കുറച്ചുകൂടി ഞാൻ തിക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ പ്ലീറ്റ് ഇട്ട് തുടങ്ങിയ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെ ഒരു 2-3 തവണ ചുറ്റിയിട്ട് നമുക്ക് ഒരു സൂചിയും നൂലും വെച്ച് ഇതുപോലെ ഒന്ന് തുന്നിക്കൊടുക്കാം. എന്നിട്ട് വീണ്ടും 3 തവണ ചുറ്റുക. എന്നിട്ട് വീണ്ടും നമുക്ക് സൂചിയും നൂലും വെച്ച് തുന്നിക്കൊടുക്കുക. ഇതുപോലെ നമുക്ക് ആ തുമ്പ് തീരുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു തുമ്പ് തീരുന്നത് വരെ കറക്റ്റായിട്ട് തുന്നിക്കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ടൊരു 2 കെട്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഫ്രോക്കുകളാണ് ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഈ സെയിം ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ പുറകെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ടോപ്സിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുള്ളവർ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.